മരണം മലയിറങ്ങിയപ്പോൾ പലർക്കും നഷ്ടമായത് പ്രിയപ്പെട്ടവരെയാണ്. ഒറ്റ രാത്രി കൊണ്ട് മുണ്ടക്കൈയിൽ ഒറ്റപ്പെട്ടുപോയ ദിനേശിനെ പോലെയുള്ള നൂറുകണക്കിന് പാവങ്ങൾ ഇപ്പോഴും കാത്തിരിപ്പിലാണ്. ഉറ്റവരെ തേടുകയാണ് മണ്ണിനടിയിൽ. ദിനേശൻ ഉരുൾപൊട്ടലിന്റെ ആദ്യ ദിനം കണ്ട ദൃശ്യങ്ങളിൽ ഒരിക്കലും മറക്കാനാവാത്ത മുഖം. എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ തകർന്ന വീടും നോക്കി വിങ്ങിപ്പൊട്ടി ഉരുൾ കൊണ്ടുവന്ന പാറകഷ്ണത്തിൽ കലങ്ങിയ കണ്ണുകളുമായി ഇരുന്നൊരു മനുഷ്യൻ. പൊട്ടിയൊലിച്ച ഉരുൾ ദിനേശന്റെ ഉറ്റവരെയും ഉടയവരെയും കവർന്നു. അമ്മയും ഏട്ടനും ഏട്ടന്റെ ഭാര്യയും 2 മക്കളും 5 പേര്. 2 പേരെ കിട്ടിയിട്ടുണ്ട്, 3 പേരുണ്ട്. കണ്ണീരില്ല, അസാധാരണമായ ഒരു മരവിപ്പാണ്. വാക്കുകൾ പതറുന്നുണ്ട്. ആയുസ്സിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെയും നോക്കി അയാൾ ഇത്രമേൽ കാത്തിരുന്നിട്ടുണ്ടാകില്ല. മൃതദേഹങ്ങൾ തിരയുന്ന ഓരോ മൺകൂനയ്ക്കുള്ളിലും ആഗ്രഹത്തോടെയും ഇഷ്ടത്തോടെയും വാങ്ങിക്കൂട്ടിയ വസ്തുക്കൾ, കുമ്മായം പൂശിയ ഭിത്തികൾ അലങ്കരിച്ച ചിത്രങ്ങൾ, എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ചെളിക്കൂനയിൽ ജീവനില്ലാത്ത ശരീരങ്ങൾക്കൊപ്പം മരണത്തിന്റെ മണവുമായി പൂണ്ടുകിടക്കുന്നു. പ്രിയപ്പെട്ടവർ ഇനിയില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മണ്ണുമൂടിയ മുണ്ടക്കൈയിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മനുഷ്യന്റെ ആ വേദന, അത് പറഞ്ഞറിയിക്കാൻ ഒരായുസ് മതിയാകില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു, ഒരൊറ്റ മരക്കാടായി. പാലം വന്നതിനു പിന്നാലെ തങ്ങളുടെ എല്ലാമായിരുന്ന സ്ഥലം കാണാൻ ധാരാളം പേർ എത്തുന്നുണ്ട്. ചെളിയും മണ്ണും പാറകളും താണ്ടി കുറെ മനുഷ്യർ. ഇവിടെ കണ്ടമാനം വീട് പോയി, ഇതൊക്കെ വീട് കഴിഞ്ഞ സ്ഥലം. ഇവിടെ ഒരു 10-25 വീട് ഇവിടെ തന്നെ ഉണ്ട്, ഫുള്ളായി നഷ്ടപ്പെട്ടു പോയതാ. ജീവൻ ത്യജിച്ച് എന്തും നേരിടാൻ മനുഷ്യനായി കൈകോർക്കുന്ന ഒരു നീണ്ട രക്ഷാദൌത്യ സേന തന്നെ 4ാം ദിനവും രംഗത്തുണ്ട്. റോഡ് മാർഗം എത്താൻ സാധിക്കാത്ത ദുരന്ത മേഖലയിലേക്ക് പോലീസിനെ എയർലിഫ്റ്റ് ചെയ്യാൻ നേവി അടക്കം സർവസജ്ജം. ദുരന്തഭൂമിയിൽ രാഹുൽ ഇന്നും എത്തി. പുഞ്ചിരിമേട്ടിൽ രാഹുൽ സെക്യൂരിറ്റിയോടെ വന്നത് രക്ഷാദൌത്യത്തിന് തടസ്സമായെന്ന് പരാതിയും ഉയർന്നു. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടത്തിനായി ചുളിക്ക മദ്രസ ഹാളും വിട്ടു നൽകിയിട്ടുണ്ട്. കൈമേയ് മറന്ന് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഏത് മഹാമാരിയെയും ചെറുത്തു തോൽപ്പിക്കും നമ്മൾ. കാരണം ഈ നാടിന്റെ പേര് കേരളം എന്നാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.